നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഞാൻ ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഇലയാണ് പേരയുടെ ഇല എന്ന് പറയുന്നത്. ഒട്ടുമിക്ക ആളുകളും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഷുഗർ നന്നായിട്ട് കുറയ്ക്കാൻ അല്ലെങ്കിൽ മുടിയൊക്കെ നന്നായിട്ട് സംരക്ഷിച്ച് വെക്കാനൊക്കെയാണ് പൊതുവേ പേരയുടെ ഇല കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരിക. ഇതല്ലാതെ കണ്ട് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു ചെറിയൊരു ഇല നമുക്ക് തരുന്നത്. അത് ഒട്ടുമിക്ക ആളുകൾക്കും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ഹെൽത്ത് ബെനിഫിറ്റ്സ് അറിയൂല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പേരയുടെ ഇലയുടെ ധാരാളം ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ എങ്ങനെയാണ് പുറത്ത് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഉള്ളിലേക്ക് എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ മുഴുവൻ അറിവ് ലഭിക്കാനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ബെനിഫിറ്റ് ആണ്, വളരെ കോമൺ ആയിട്ട് നമ്മൾ പേരയിലയിൽ യൂസ് ചെയ്ത് വരുന്നൊരു കാര്യം തന്നെ, മറ്റൊന്നുമല്ല, ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാന്നുള്ളൊരു കാര്യം. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് ഷുഗർ ലെവൽ അൺകൺട്രോൾഡ് ആയിട്ട് നിൽക്കുകയാണ്, അതായത് കൺട്രോൾ ആയിട്ട് വരുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ പേരയുടെ ഇല എന്ന് പറയുന്നത്. നല്ല രീതിയിലായിരിക്കും നിങ്ങളുടെ ഷുഗർ ലെവൽ കൺട്രോൾ ആക്കാനായിട്ട് പറ്റുക. ഈവൻ നമ്മുടെ ആയുർവേദം മാത്രമല്ല, റിസർച്ച് സ്റ്റഡീസ് വരെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. NCBയുടെ ഒരു സ്റ്റഡീസിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ ഈ പേരയുടെ ഇലയിലൊരു ഫിനോലിക് കോമ്പൗണ്ട് ഉണ്ട്. ഈ ഒരു ഫിനോലിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലത്തെ ഇൻസുലിനെ നന്നായിട്ട് കൂട്ടാതെ ഷുഗർ ലെവൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ പല ഷുഗർ പേഷ്യൻസിനും കണ്ടുവരുന്നൊരു കാര്യമാണ് ഷുഗറിന് നന്നായിട്ട് ക്രേവിങ്സ് പോലെയുള്ള കാര്യങ്ങൾ. അതായത് കൂടുതൽ ഇങ്ങനെ ഷുഗർ കഴിക്കാനായിട്ടുള്ളൊരു കൊതി എന്ന് പറയില്ലേ, ഇതിനെയെല്ലാം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ഇലയ്ക്ക് നല്ലൊരു കഴിവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ ഈ ഒരു കാര്യം ഉപയോഗിക്കേണ്ട ഒന്നും കൂടിയാണ്. ഇനി രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് ആണ് വെയിറ്റ് ലോസ്. അതായത് തടി കുറയ്ക്കാനും പേരയുടെ ഇല നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ പേരയില കഴിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ദഹനത്തിനെയും മെറ്റബോളിസത്തിനും നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. ഇങ്ങനെ നന്നായിട്ട് ബൂസ്റ്റ് ആവുന്ന സമയത്ത് ശരീരത്തിൽ ഗ്ലൂക്കോസ് പോലെയുള്ള കാര്യങ്ങൾ, ബ്ലഡ് ഷുഗർ പോലെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് ശരീരത്തിൽ അബ്സോർബ് ചെയ്യാതെ ശരീരത്തിന് എന്തെങ്കിലും വേസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നല്ല രീതിയിൽ പുറത്ത് കളയാനും പേരയുടെ ഇലയ്ക്ക് നല്ലൊരു കഴിവുണ്ട്. അതുപോലെ റിസർച്ച് സ്റ്റഡീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, റിസർച്ച് സ്റ്റഡീസിൽ പറയുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന ചില ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ശരീരത്തിൽ കൂടുതലായിട്ട് നിൽക്കുന്ന കാലറീസിനെ നന്നായിട്ട് കുറച്ച് നിർത്താനും ഇങ്ങനെയും നമ്മുടെ ശരീരത്തിലത്തെ വെയിറ്റ് ലോസ് പ്രോസസ്സിനെ കുറച്ചൊന്ന് കൂട്ടാനായിട്ട് ബെനിഫിറ്റ് നൽകുന്ന ഒരു കാര്യമായിട്ടാണ് പേരയുടെ ഇലനെ നമ്മൾ കണക്കാക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ഗുണമാണ്, ഇത് നമ്മുടെ ശരീരത്തിലത്തെ കൊളസ്ട്രോളിനെ നന്നായിട്ട് കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ശരീരത്തിൽ കൂടി നിൽക്കുന്ന ചീത്ത കൊളസ്ട്രോൾ, അതായത് LDL അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സ്, ഈ രണ്ട് കൊളസ്ട്രോളിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും പേരയുടെ ഇലയ്ക്ക് നല്ലൊരു കഴിവാണുള്ളത്. ഇപ്പോൾ ശരീരത്തിൽ LDL ആണെങ്കിലും ട്രൈഗ്ലിസറൈഡ്സും നന്നായിട്ട് കൂടി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ഫംഗ്ഷനെയും മെറ്റബോളിസത്തിനൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ കൂടി നിൽക്കുന്ന ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ കൂടി നിൽക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് പേരയുടെ ഇല. ഇനി നാലാമത്തെ ഒരു ബെനിഫിറ്റ് ആണ്, പേരയുടെ ഇല നിങ്ങളുടെ ദഹനത്തിന് നന്നായിട്ട് കൂട്ടാനും വളരെയധികം സഹായിക്കും. എന്നും രാവിലെ നിങ്ങൾ വെറും വയറ്റിൽ ഒരു പേരയുടെ ഇല, ചെറിയൊരു ഇല നിങ്ങൾ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിലാണ് നിങ്ങളുടെ ദഹനം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ ലൂസ് മോഷൻ്റെ പ്രശ്നങ്ങൾ, ഡയറിയയുടെ പ്രശ്നങ്ങൾ, ഇത്തരം പ്രശ്നങ്ങളുള്ളവരാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഈ പേരയുടെ ഇല. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളവർ വെറും വയറ്റിൽ ഇത് ചവച്ചരച്ച് കഴിക്കാനും കൂടി നിങ്ങൾ നോക്കുക. ഇനി അഞ്ചാമത്തെ ബെനിഫിറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓറൽ ഹൈജീൻ, അതായത് നിങ്ങളുടെ വായിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, പല്ലിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ബെനിഫിറ്റ്സ് നൽകുന്ന ഒരു കാര്യമാണ് ഈ പേരയുടെ ഇല. അതായത് ഇപ്പോൾ വായിലെന്തെങ്കിലും അൾസർ പോലെയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, തൊണ്ണു വീർത്ത് വരുന്നുണ്ട്, പല്ലിൽ വേദനയുണ്ട്, അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഗം പോലെയുള്ള കാര്യങ്ങൾ, വായനാറ്റം പോലെയുള്ള കാര്യങ്ങൾ എന്നിങ്ങനെ എന്ത് തരം പ്രശ്നങ്ങൾ വരികയാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ അതിനെ മാറ്റാനായിട്ട് സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുക. അതായത് നിങ്ങളൊരു 7-8 പേരയില ഇല എടുക്കുക. ശേഷം അതിലേക്ക് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ചെറിയൊരു ഇളം ചൂടോട് കൂടിയിട്ട് നിങ്ങൾ കവിൾ കൊള്ളാനായിട്ട് നോക്കുക. ദിവസത്തിൽ 1 വട്ടം അല്ലെങ്കിൽ 2 വട്ടമായിട്ട് നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കവിൾ കൊള്ളുന്ന സമയത്ത് അൾസർ പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ തൊണ്ണിലൊക്കെ വീർത്ത് വരുന്നവരാണ്, ബ്ലീഡിംഗ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ കുറയ്ക്കാനും ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് കഴിയുന്നതാണ്. അതുപോലെ തന്നെ പേരയുടെ ഇല നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനും വളരെയധികം റിസൾട്ട് നൽകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ആക്നെയുടെ പ്രശ്നങ്ങളുണ്ട്, പിമ്പിൾസ്, ഡാർക്ക് സ്പോട്ട്സ് എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഇതിന് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതെങ്ങനെയാണ് റിസൾട്ട് നൽകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേരയുടെ ഇലയിൽ ചെറിയ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബാക്ടീരിയ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറച്ചിട്ട് ആക്നെയുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ബ്ലാക്ക് സ്പോട്ട്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പതുക്കെ കുറഞ്ഞു വരുന്നതാണ്. ഇത് ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്കിന്നിൻ്റെ ഹെൽത്തിനായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 4-5 പേരയുടെ ഇല എടുക്കുക. ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ പേസ്റ്റ് ആക്കുക. എന്നിട്ട് എവിടേക്കാണോ നിങ്ങൾക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ വിടുക.
ശേഷം നിങ്ങൾക്കൊരു ചെറിയൊരു ഇളം ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ വിടാവുന്നതാണ്. ദിവസത്തിൽ ഒരു വട്ടം നിങ്ങൾ അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 വട്ടമായിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഈ പറഞ്ഞിട്ടുള്ള 6 ബെനിഫിറ്റ്സ് മാത്രമല്ല, ധാരാളം വേറെയും കുറേ ബെനിഫിറ്റ്സ് നമ്മൾ ഈ പേരേഡിൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് കുറേ നാളുകളായിട്ട് ചുമയുടെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്, ബ്രോങ്കൈറ്റീസിൻ്റെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ പല സമയത്ത് ഡെങ്കു വന്ന സമയത്ത് നമ്മുടെ പ്ലേറ്റ്ലേറ്റ് നന്നായിട്ട് കുറഞ്ഞു വരാറുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലേറ്റ്ലേറ്റ് നന്നായിട്ട് കൂട്ടുന്നതിനും, ഇപ്പം നിങ്ങൾക്ക് മുറിവ് എന്തെങ്കിലും ഉണ്ട് ശരീരത്തിൽ, പാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറയ്ക്കുന്നതിന്, സ്പേമിൻ്റെ കൗണ്ട് നന്നായിട്ട് കൂട്ടുന്നതിന്, നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് എന്നിങ്ങനെ പറയുന്ന ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് പേരേടെല്ലാം നമുക്ക് നൽകുന്നത്. ഇതൊന്നും പല ആളുകൾക്കും അറിയാത്തൊരു കാര്യം കൂടിയാണ്. ഇനി ഇതെങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ബെനിഫിറ്റ്സിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന്. അതല്ല, മറ്റു പല ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിലേക്കും കഴിക്കാം, അതുപോലെ തന്നെ പുറത്ത്. ഇപ്പോൾ മുടിയുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വെള്ളം ചൂടാക്കിയിട്ട് ആ വെള്ളം കൊണ്ട് മുടിയൊക്കെ കഴുകുന്നത് നല്ലതായിരിക്കും. ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 4-5 പേരയുടെ ഇല എടുക്കുക. ശേഷം അത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. അതിലേക്ക് നിങ്ങൾ 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് 1/2 ഗ്ലാസ് ആക്കുക. എന്നിട്ട് എന്നും രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷമോ നിങ്ങൾ ദിവസത്തിൽ 1 വട്ടം ഇങ്ങനെ കുടിക്കാവുന്നതാണ്. എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നൊരു കാര്യം കൂടിയായിരിക്കും. പിന്നെ നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഷുഗർ പേഷ്യൻസ് ഒക്കെയാണ്, ട്രൈഗ്ലിസറൈഡ്സ് അതായത് കൊളസ്ട്രോളിനൊക്കെ എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ, എന്തെങ്കിലും ഹെൽത്ത് കൺസേൺ മൂലം നിങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഷുഗറും കൂടി ഒന്ന് റീഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം പേരേടെയെല്ലാം നന്നായിട്ട് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ നന്നായിട്ട് ഡ്രോപ്പ് ആവാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ തുടർച്ചയായിട്ട് നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഒരു കാര്യവും നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യരുത്. കുറച്ചൊന്ന് ഗ്യാപ്പ് വെച്ച് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ പേരേടെയല്ല വീട്ടിൽ എല്ലാവർക്കും കിട്ടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും യൂട്ടിലൈസ് ചെയ്യാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.